ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്ലീവ് കട്ടിംഗ് ആണ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിട്ട് ഇനി സ്ലീവ് കട്ടിംഗ് ആണ്. സ്ലീവ് കട്ടിംഗ് വളരെ എളുപ്പമാണ്, പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ സ്ലീവ് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടും ബാക്കും എത്ര കറക്റ്റായിട്ട് കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ബ്ലൗസ് ഇട്ട് ഒരു വ്യക്തിയെ കാണുമ്പം നമ്മുടെ വലത് കൈ ബ്ലൗസുമായിട്ട് ചേരുന്ന ആ മുൻവശമാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ആ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് വരും. അതല്ലാതെ കൈ തികയാതെ വരുമ്പം തന്നെ പിന്നെ അത് വേറെ പല പ്രശ്നങ്ങളുണ്ടാവും. തമ്പനിയിൽ തന്നെ നിങ്ങൾ കണ്ടത് പ്ലെയിൻ സ്ലീവാണ് കട്ട് ചെയ്തതും തച്ചതും, പക്ഷെ അത് പഫ് സ്ലീവ് പോലെ കുറച്ച് ഉയർന്നു നിൽക്കുന്ന കണ്ടില്ലേ? അങ്ങനെ നമ്മൾ സ്ലീവ് കട്ടിങ്ങിൽ ശ്രദ്ധിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പിന്നീട് വണ്ണം കൂടുതലുള്ളവർക്ക് വെട്ടുമ്പോഴും എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ടും ബാക്കെല്ലാം നമുക്കെടുത്ത് മാറ്റാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു തുണിയുടെ നീളവശമാണ് നമ്മൾ ഇറക്കമായിട്ട് എടുക്കേണ്ടത്. അതായത് ഈ കര വരുന്ന ഭാഗം, ഈ വശമാണ് നമ്മൾ ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും കൈ ആയാലും ഇറക്കമായിട്ട് എടുക്കേണ്ടത്. വിത്ത് ബ്ലൗസിൽ നമുക്കത് പറ്റൂല. അത് ബോർഡർ വരുന്നത് ആ സൈഡിലായതുകൊണ്ട് വിത്ത് ബ്ലൗസിൽ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ഇതുപോലുള്ള തുണികളിലെല്ലാം നമ്മൾ ഈ കര വരുന്ന ഭാഗത്തിനെ തന്നെ നീളമായിട്ട് എടുക്കണം. ഇപ്പോൾ ഈ കര വരുന്നത് ഈ ഭാഗമല്ലേ, അപ്പോൾ ഇങ്ങനെയാണ് തുണിയുടെ നീളവശം. ഈ മടക്കിലാണ് നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യേണ്ടത്, ഈ വശത്തല്ല. ഇവിടെ ഇപ്പം ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്, ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യരുത്. നമ്മൾ ഈ മടക്കിൽ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 4ആയിട്ട് മടക്കി ഇട്ടേക്കാണ്, അപ്പോൾ മാത്രമേ നമുക്ക് 2 സ്ലീവ് കിട്ടുള്ളൂ. കട്ടിങ് ഒട്ടും അറിയാൻ വയ്യാത്ത ഒരാളിനെ മുന്നിൽ കണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയും ചെയ്യാറുള്ളത്. എന്നാൽ മാത്രമേ ഒന്നും നമുക്ക് വിട്ടുപോവാതെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അറിയാവുന്നവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, ബാക്കി പറഞ്ഞാൽ മതി, അങ്ങനെ ആയിപ്പോവും. ഇവിടെയാണ് മടക്ക്. ഇവിടെ നമുക്ക് കൈ നീളം മാർക്ക് ചെയ്യാം. 8 ഇഞ്ചാണ് കൈ നീളം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തുമ്പും കൂടി ചേർക്കണം, അപ്പോൾ 9.5 ഇഞ്ച്. നമുക്ക് ഇവിടെ ബ്ലൗസുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും ഇവിടെ അറ്റത്ത് നമുക്ക് മടക്കാനുമാണ് ഈ 1.5 ഇഞ്ച് അധികം ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൂടുതൽ വീതിക്ക് മടക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഇത്തിരി പ്രായമുള്ളവർക്കൊക്കെ നമുക്ക് ഇവിടെ ഇത്തിരി വീതിക്ക് തന്നെ അവർക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1.5 ഇഞ്ച് എടുക്കുന്നതിന് പകരം 2 ഇഞ്ച് എടുക്കാം. ഇപ്പോൾ നമുക്ക് 9.5 മാർക്ക് ചെയ്യാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ 9.5 മാർക്ക് ചെയ്ത് 2 വശത്ത്. ഇനി നമുക്ക് ഇവിടുത്തെ കൈ വണ്ണം മാർക്ക് ചെയ്യാം. ഇവിടെ 8.5 ഉള്ളു, ചെറിയൊരു കൈയാണ്. അപ്പോൾ 8.5, അതിൻ്റെ പകുതി 4.25. ഇങ്ങോട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഈ വശം നമ്മൾ ആദ്യം തന്നെ ലെവൽ ചെയ്തിരിക്കണം. ലെവൽ നമുക്ക് കടയിൽ നിന്ന് മുറിച്ച് വാങ്ങുന്ന തുണികളിൽ ചില സമയത്ത് ഇവിടെ ലെവൽ കാണത്തില്ല, അപ്പോൾ നമ്മളിവിടെ ലെവലാക്കണം. ഇനി നമുക്ക് ഈ മസിൽ ഭാഗത്ത് വരുന്ന വണ്ണം 12.5ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 6.25 നമുക്കൊരു ലൈൻ കൊടുക്കാം. ഇവിടെ ചെറിയ വണ്ണവും ഇവിടെ വലിയ വണ്ണവും, മസിൽ ഭാഗത്തിൻ്റെ വണ്ണം 12.5ആണ്. അപ്പോൾ നമുക്കിവിടെ 6.25. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ആം ഹോളിൽ വെച്ച് തയ്ക്കാനുള്ള ആ ഒരു ഷേപ്പിന് വേണ്ടി ഇവിടുന്ന് ഇങ്ങോട്ടൊരു അളവെടുക്കണം. ആ ഒരു ഷേപ്പ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിന് 10 കൊണ്ട് ഭാഗിക്കുന്നതാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കേണ്ടത്. ഈ ബ്ലൗസിൻ്റെ ചെസ്റ്റ് 32ആണ്, അപ്പം 3.2ആണ് വരുന്നത്. അപ്പം 3.25, നമുക്കിവിടെ 3.25 മാർക്ക് ചെയ്യാം. ഇതാണ് ശരിക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് അളവ്. ഇങ്ങനെയാണ് നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 10 കൊണ്ട് ഭാഗിക്കുന്നതാണ് നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പം തന്നെ അളവുകൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇത് ഇങ്ങോട്ട് കുറയ്ക്കേണ്ടിയും വരും, ഇത് ഇങ്ങോട്ട് കൂട്ടേണ്ടിയും വരും.
ഇപ്പം നമുക്ക് ഈ രണ്ട് കൈ നീളം എടുത്ത ഈ പോയിന്റിനെയും നമ്മൾ ഈ 3.25 എടുത്തതും കൂടി ചേർത്ത് വരയ്ക്കാം. ഇത് വരച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ബ്ലൗസിൻ്റെ ആം ഹോള് അഥവാ കൈക്കുഴിയുടെ ആ ഒരു റൗണ്ട് 15 ഇഞ്ചായിരുന്നു. അപ്പം നമ്മൾ ബാക്ക് പീസിൽ വെട്ടിയപ്പം 7.5 ആയിരുന്നു. ഇവിടെ നമുക്ക് ആ 7.5 കിട്ടുമെന്നാണ് നോക്കേണ്ടത്. നമുക്ക് ഉടൻ ഷേപ്പ് ചെറുതായിട്ട് വരച്ച് നോക്കാം. ഇതിൽ നമുക്ക് 7.5 കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇനി നമ്മൾ ഈ ഷേപ്പ് വരച്ച് തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് ആദ്യം പറയാം. നമ്മൾ ഈ നീളം കൈ നീളം മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് 1.25 ഈ 1 ഇഞ്ച് 1.25 വരെ നമ്മൾ ഈ ലൈനിൽ നിന്ന് മാറരുത്. നമ്മൾ ഈ ലൈനിൽ കൂടെ തന്നെ വെട്ടി വരണം. 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടം വരെ നമ്മൾ ഈ സ്ലീവിൻ്റെ ഷേപ്പ് ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലേ നമ്മൾ, അതിൽ കൂടി തന്നെ വരണം. ഈ ഷേപ്പ് നമ്മൾ കറക്റ്റായിരിക്കണം. ഇത് നോക്ക്, നമുക്ക് ഈ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് ആ ഒരു പോയിന്റിൽ നിന്ന് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു ഷേപ്പ് ഇങ്ങനെ ഈ രണ്ട് വരകളും തമ്മിലുള്ള ഈ അകലം ഇവിടെ മുതൽ മാത്രമേ കൂടുന്നുള്ളൂ. ഇവിടെ വരെ നമുക്ക് സ്ട്രെയിറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഷേപ്പ് തുടങ്ങി ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിലോട്ട് ചേർന്നാണ് നമ്മളിവിടെ വണ്ണത്തിൽ വന്ന് അവസാനിക്കുന്നത്. ഇത് നമ്മളെ കൈ വണ്ണം മാർക്ക് ചെയ്തതാണ്, മസിൽ ഭാഗത്തിൻ്റെ വണ്ണം മാർക്ക് ചെയ്തതാണ്. ഇത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീട്ടി വരച്ചെന്നേ ഉള്ളൂ. അത് നമുക്ക് ഇങ്ങോട്ട് ചിലപ്പം മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ചധികം നീട്ടി വരച്ചാണ്. ഇത്രയൊന്നും ഒരിക്കലും എടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ മുതലേ ഷേപ്പ് തുടങ്ങാവൂ എന്ന് പറഞ്ഞ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള 7.5 ഉണ്ടാന്ന് നോക്കാം. 15ൻ്റെ പകുതി 7.5 ഉണ്ടാന്ന് നോക്കാം. കറക്റ്റ് 7.5-ലാണ് നിൽക്കുന്നത്. ഒരു പോയിന്റും കൂടി ഇപ്പുറത്തോട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു പോയിന്റ് കുറവുണ്ട്. അപ്പം നമുക്കിത് കുറച്ചും കൂടി ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് 10-1 നമ്മുടെ ചെസ്റ്റിന് 10 കൊണ്ട് ഭാഗിച്ചാണ് നമ്മളിവിടെ 3.2 അതായത് 3.25 എടുത്തത്. എങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റിയത് കണ്ട. അതേപോലെ നമ്മൾ സൈസ് കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ഈ 10-1 എടുക്കുന്നതിൻ്റെ ഇങ്ങോട്ടോ എടുക്കാം. എപ്പോഴും നമുക്ക് ഒറ്റ വരയിൽ ആദ്യത്തെ വരയിൽ തന്നെ കിട്ടണമെന്നില്ല. നമുക്ക് ബ്ലൗസ് ഭംഗിയാവാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ആം ഹോള് ബ്ലൗസിൻ്റെ ആം ഹോള് 15 പകുതി 7.5. ഈ 7.5 ഒരു കാരണവശാലും 7.5-ൽ ഒരു പോയിന്റ് പോലും കുറയരുത്. കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൗസിൽ വെച്ച് തയ്ക്കുമ്പം അത് നമുക്ക് പ്രശ്നമാവും. അപ്പോൾ അത് ബ്ലൗസുമായിട്ട് ഞാൻ അളന്ന് കാണിക്കുമ്പോൾ അത് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇതാണ് അളവ്. ഇപ്പോൾ എത്രയായി? ഇത് 3.5-ൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ അളവ്. അപ്പോൾ അതുപോലെ എന്ന് വെച്ച് എപ്പോഴും നമുക്കിവിടെ 3.5 എടുത്തങ്ങ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇത് കുഴിച്ച് വെട്ടുന്നതുണ്ട്, അത് പറയാം. അതല്ലാതെ നമ്മുടെ തംബ്നെയിൽ വന്ന ആ ഒരു പ്രശ്നം, ഇത് പഫ് പോലെ ഈ ഭാഗത്ത് തച്ച് കഴിയുമ്പോൾ കൈ ഒന്ന് പൊങ്ങി നിൽക്കുന്നതിന് കാരണം നമ്മളിവിടെ ഇങ്ങോട്ട് കൂടുതൽ എടുക്കും. ഇവിടെ ആവശ്യത്തിന് ഇപ്പോൾ എടുത്തത് കൂടാതെ അധികമായിട്ട് എടുക്കും. അതെപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആം ഹോൾ കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ഇങ്ങോട്ട് വരച്ച പോലെ കൂടുതൽ ഇങ്ങോട്ട് എടുത്തിട്ടേ ചിലപ്പം പറ്റുള്ളൂ. കൂടുതൽ എടുത്ത് ഈ ഒരു ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു 4.5-ക്ക് മുകളിലൊക്കെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കൂർത്ത് വരും. ഇവിടെ ഇങ്ങനെ കൂർത്ത് വന്നിട്ടായിരിക്കും ഇങ്ങനെ പോകും. അപ്പം ഇവിടെ ആ പഫ്
വെട്ടുമ്പോൾ തന്നെ അവിടെ പഫ് വന്നു കഴിയും. പിന്നെ അത് തയ്ക്കുമ്പോൾ അത് പൊങ്ങി തന്നെ നിൽക്കും. അത് കോട്ടൺ ബ്ലൗസ് ആണെങ്കിൽ കൂടുതൽ അങ്ങ് പൊങ്ങി നിൽക്കാതിരിക്കും. പക്ഷേ നമുക്കൊരു വിത്ത് ബ്ലൗസ് പട്ടുസാരിയുടെയൊക്കെ തയ്ക്കുമ്പം അത് വൃത്തികേടായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൂടുതൽ എടുക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം? നമുക്ക് ഈ ആം ഹോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണല്ലോ ഇങ്ങോട്ട് എടുക്കുന്നത്. ഇപ്പം ഇവിടെ എടുത്ത പോലെ. അപ്പോൾ നമ്മൾ ആദ്യമേ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വരച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈവണ്ണത്തിന് ഇവിടെ കൂട്ടണം. കൈവണ്ണം കൂട്ടണം. ഇപ്പം നമുക്കിവിടെ 6.25 നമ്മൾ ഈ കൈവണ്ണം ഈ ലൈൻ വരച്ചിരിക്കുന്നത് അതിലാണ് 6.25. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ കുറച്ച് മാറ്റിയതിന് ശേഷം പിന്നെയും നമ്മൾ ഇങ്ങോട്ട് തന്നെ വരാൻ നിൽക്കാതെ കൈവണ്ണം കൂടുതൽ എടുക്കണം. കുറച്ച് കൈവണ്ണം ഈ ഭാഗത്ത്, ഈ ബ്ലൗസായിട്ട് ചേർക്കുന്ന ബ്ലൗസിൻ്റെ കഷത്തിൻ്റെ ഭാഗത്ത്, ഈ ഭാഗത്ത് കുറച്ച് കൈവണ്ണം കൂടിയാലും നമ്മുടെ ബ്ലൗസിനെ ബാധിക്കത്തില്ല. ബ്ലൗസ് ഒരുപാട് ലൂസായി പോകത്തില്ല. പക്ഷേ നമുക്കൊരു നല്ലൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകും തോറും ഇവിടെ പഫ് വരാനുള്ള സാധ്യത നമുക്ക് കുറഞ്ഞു കിട്ടും. കൈവണ്ണം കൂടുതൽ എടുക്കാം. നമുക്കിങ്ങനെ അങ്ങോട്ട് പോയാലേ നമുക്ക് ഈ ആം ഹോളിൽ എത്തുന്നുള്ളെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് പോയതിന് ശേഷം ഇവിടെ കുറച്ച് വണ്ണം കൂടുതൽ എടുക്കാം. അപ്പോൾ നമുക്കിത് കറക്റ്റാക്കി എടുക്കാം. അതുപോലെ ഇനി നമുക്കിവിടെ കുഴിച്ച് കട്ട് ചെയ്യാം. അതിനു മുമ്പ് നമുക്കിവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു ചെറിയ ബ്ലൗസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും തുമ്പ് ഇവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത്രയും വരത്തില്ല. നമ്മളിത് മടക്കിയിട്ടത് എങ്ങനെയെന്ന് ഒന്നും കൂടി നോക്കൂ. ഈ രീതിക്കാണേ. നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ കൊടുക്കാം. ഇനി നമുക്ക് കുഴിച്ച് വരയ്ക്കാം. നമ്മുടെ ഈ സ്ലീവിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഭാഗം, അതായത് വലതുവശത്തെ കയ്യിൽ ഫ്രണ്ടിൽ വരുന്ന ഭാഗവും ഇടതുവശത്തെ കയ്യിൽ ഫ്രണ്ടിൽ വരുന്ന ഭാഗവും നമുക്ക് കുറച്ചൊന്ന് കുഴിച്ചിടണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ബാക്കിൽ ഷോൾഡറിലുള്ള അത്രയും വിരിവ് നമ്മുടെ മുൻവശത്ത് അത്രയും വിരിവില്ല. അപ്പം നമുക്കവിടെ ചുളുക്ക് വരും. ആ ചുളുക്ക് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിവിടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിനാണ് നമ്മൾ കുഴിച്ച് വെട്ടുന്നതെന്ന് പറയുന്നത്. അതിനൊരളവുണ്ട്, അത് നമുക്ക് നോക്കാം. നമ്മൾ ഈ വരച്ച ഈ ലൈനും ഇതും കൈനീളത്തിൻ്റെ ഈ ലൈനും കൂടി നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. 6.25 3ഉം 1 പോയിൻറ്റും സെൻറ്റർ. ഇവിടെ നിങ്ങോട്ടുള്ള ഈ അകലത്തിൽ നിന്ന് നേരെ മുകളിലോട്ട് വരച്ച്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. എവിടെ വരെയെന്ന് വെച്ചാൽ നമ്മൾ ഈ പോയിൻറ്റും ഈ വണ്ണവുമായിട്ട് സ്കെയിൽ വെച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലേ? ഷേപ്പ് അല്ല, സ്ട്രെയിറ്റ് ലൈൻ. അതിലോട്ടാണ് നമ്മളിത് വരയ്ക്കേണ്ടത്. വരച്ചില്ലേ? ഇവിടെ നിന്നാണ് നമ്മളിതിന് കുഴിച്ച് വരയ്ക്കുന്നൊരു സമയത്ത് നമ്മൾ ഈ ഷേപ്പ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് അകത്തോട്ട് കയറി വരുന്നത്. അതിനാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തത്. ഇതാണ് ആ കുഴിച്ച് വരച്ച വര. ചോക്ക് കുറച്ച് ചേഞ്ച് ചെയ്യാം. ഇതാ ഇവിടുന്ന് ഇവിടെ നമ്മൾ 1.25 അല്ലെങ്കിൽ 1 ഇഞ്ച് എടുത്തതിൻ്റെ തൊട്ട് മുകളിൽ നിന്നാണ് നമ്മൾ ഈ കുഴിച്ച് വെട്ടുന്നത്. അതിങ്ങനെ വന്നിട്ട് നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അകത്തോട്ട് കയറുന്നത് ദാ ഈ സ്ട്രെയിറ്റ് ഈ വരച്ചില്ലേ അവിടെ മുതലാണ് നമ്മളിത് അകത്തോട്ട് കയറുന്നത്. അകത്തോട്ട് കയറി ദാ ഈ വരച്ച നേരെ ഉള്ള വരയോട് ചേർന്ന് ഇത് ആ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നത്. കുറച്ച് ബ്ലൗസുകൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും വരയൊന്നും വേണ്ട. നമ്മൾ ആദ്യമേ ഇതാ ഈ ഷേപ്പ് അങ്ങോട്ട് വരയ്ക്കും, പിന്നെ അതങ്ങ് കുഴിച്ച് വരയ്ക്കും. ഇത്രയും വരകളൊന്നും വേണ്ട. ഈ വരയും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും.
അപ്പോൾ നമുക്ക് ആദ്യം കൈ നീളം മടക്കിൽ തന്നെ മാർക്ക് ചെയ്യണം. പിന്നീട് ആ നീളം എടുത്ത് തൊട്ട് താഴേക്കും കൂടെ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെസ്റ്റിനെ 10 കൊണ്ട് ഭാഗിച്ചത് മാർക്ക് ചെയ്യും. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കും. അതിൽ ഇവിടുന്ന് ഈ വരച്ച സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് 1 ഇഞ്ച് 1.25 ഇഞ്ച് ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഷേപ്പ് ഇതുപോലെ വരച്ച് വരും. ഈ അടുത്തോട്ട് വരുംതോറും നമ്മൾ ഈ ആദ്യം വരച്ച ഈ സ്ട്രെയിറ്റ് ലൈനിനോട് ചേർന്ന് ഇങ്ങനെ വരും. നമുക്കത് കറക്റ്റ് ആണെന്ന് നോക്കാം. ഇവിടെ ആം ഹോളിൻ്റെ ആ ഒരു റൗണ്ട്, കൈക്കുഴിയുടെ ആ ഒരു റൗണ്ട് ഇവിടെ കിട്ടുന്നുണ്ടാന്ന് നോക്കിയിട്ട്, കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോവാം. കിട്ടുന്നില്ലെങ്കിൽ നമ്മളിത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റിലേക്ക് ചരിച്ച് വരച്ച് അതിലേക്ക് നമ്മൾ ഷേപ്പ് വരയ്ക്കാം. ഇവിടെ ഇപ്പം നമുക്ക് രണ്ടാമത് ഇങ്ങനെ വരച്ചപ്പോൾ തന്നെ കറക്റ്റായി. നമുക്ക് ഇങ്ങനെയും കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് തൊട്ട് താഴോട്ട് കുറച്ച് കൈവണ്ണം കൂടുതൽ എടുക്കണം. ഇപ്പം 6.25 നമ്മൾ മാർക്ക് ചെയ്ത് ഈ വരച്ചിട്ടുണ്ട് ഈ ലൈൻ. അതുകൂടാതെ നമുക്ക് കുറച്ചും കൂടി താഴോട്ട് മാർക്ക് ചെയ്ത് കൈവണ്ണം ഇവിടെ ഒരല്പം കൂട്ടി കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൂടുതൽ എടുക്കുന്നത് കൊണ്ട് ബ്ലൗസിന് ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ഈ ഷേപ്പ് മാറ്റിക്കൊണ്ട് പോകുമ്പം ഈ ഷേപ്പ് ഇവിടെ ഇങ്ങനെ കൂർത്ത് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പഫ് ബ്ലൗസ് ഒത്തിരി ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന പോലെ ആ ഒരു ഷേപ്പ് പോലെ വരും. അത് ഒഴിവാക്കാൻ നമുക്കിങ്ങനെ ഇങ്ങോട്ട് എടുക്കാം. തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് ഫ്രണ്ട് കുഴിച്ച് വരയ്ക്കണം. ഇവിടെ ഇങ്ങോട്ട് എടുത്ത് ലാസ്റ്റ് മാർക്ക് ചെയ്ത കറക്റ്റായ ആ പോയിന്റിൽ നിന്ന് നേരെ മുകളിലോട്ട് വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ആ പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ കുഴിച്ച് വെട്ടുമ്പം എവിടെ മുതലാണ് നമ്മൾ അകത്തോട്ട് കയറി ഇങ്ങനെ ആ ഷേപ്പ് വരുന്നത്, അതിനാണ് നമ്മൾ ഈ ഒരു പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ വണ്ണം ഒത്തിരി കൂടുതലുള്ളവരുടെ കാര്യം പറയാം. നമുക്ക് ഇവിടെ കൈവണ്ണം ചിലപ്പം കിട്ടത്തില്ല. അവർക്ക് ചിലപ്പോൾ ഒരു കൈ വണ്ണം 17 ഇഞ്ച് മസിൽ ഭാഗത്ത് നല്ല വണ്ണം ഉള്ളവരാണെങ്കിൽ നമുക്കിവിടെ കൈവണ്ണം 8.5 വേണ്ടി വരും. പിന്നെ നമുക്കിവിടെ തുമ്പ് 1.5 ഇഞ്ച് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് 8.5 ഇഞ്ച് അതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു പീസ് വെച്ച് എടുത്താൽ മതി. ഇങ്ങനൊരു പീസ് നമ്മൾ വെട്ടി ഇവിടെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ പീസ് വയ്ക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കുറുകെ ബ്ലൗസ് ഇട്ട് വെട്ടരുത്. പിന്നീട് നമുക്ക് കൈ നീളം ഒത്തിരി 3/4 ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ഈ കൈ നീളം ഇങ്ങോട്ട് കൂടി വരും. ഇങ്ങോട്ട് കൂടി വരുമ്പം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നത് കൂടാതെ ഇതിൻ്റെ അകത്തുകൂടി ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കേണ്ടി വരും. കൈവണ്ണം ഒത്തിരി കുറഞ്ഞ മെലിഞ്ഞവർക്ക് കൈനീളം കൂടുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മളിതാ ഇങ്ങനെ ഈ സ്ട്രെയിറ്റ് വരച്ച വരയിൽ നിന്ന് കുറച്ച് മുകളിലായിട്ട് ഇങ്ങനൊരു ഷേപ്പും കൂടെ കൊടുക്കേണ്ടി വരും. ഇത് ഈ ബ്ലൗസിന് അതിൻ്റെ ആവശ്യമില്ല. ഇതിന് കുറച്ച് 8 ഇഞ്ച് കൈനീളമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ആം ഹോളായിട്ട് കറക്റ്റ് ആവുമെന്ന് നോക്കാം. ഇവിടെ വരെയാണ് കൈവണ്ണം. ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ആ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇതാ കണ്ട, ഇതാണ് നമ്മളെ ബ്ലൗസിൻ്റെ ആ തയ്യൽ പോവേണ്ട ലൈൻ. നമ്മൾ ആദ്യം വരച്ചത് കുറച്ച് മാഞ്ഞ്, ഇതാണ് ഒന്ന് തെളിയിച്ചത്. നമുക്കിതുപോലെ ഇത് കറക്റ്റായിട്ട് വരണം. ഇനിയാണ് അടുത്ത 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ കഴുത്തിൽ ഹെം ചെയ്യുന്ന പീസ് വെച്ച് തയ്ക്കുമ്പോഴും ഒട്ടും വലിക്കരുതെന്ന് പറയുന്ന പോലെ തന്നെ കൈ വെച്ച് തയ്ക്കുമ്പോഴും ഈ ബ്ലൗസും ഈ ആം ഹോളും വലിയരുത്, ഇതും വലിയരുത്.
അതായത് ഇത് രണ്ടും കറക്റ്റായിരിക്കണം. അതിനാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പം കറക്റ്റാണോ എന്ന് നോക്കുന്നതും. ഒരു പൊടി പോലും ഒരു പോയിൻ്റെങ്കിലും ഇതിനേക്കാളും കൂടി നിന്നാലും കുഴപ്പമില്ല. ഒരു പോയിൻ്റാണേ, അല്ലാതെ ഇതിനേക്കാളും കുറയരുത്. ആം ഹോളിനേക്കാളും ഈ ഒരു റൗണ്ട് ഒട്ടും കുറയരുത്. കുറഞ്ഞു കഴിഞ്ഞാലാണ് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ വരെ എത്തിയുള്ളെങ്കിൽ ഇതാ നമ്മളിങ്ങനെ ഇവിടെ വരെ നമുക്ക് എത്തിയുള്ളെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് തയ്യൽ ബ്ലൗസ് ഇങ്ങനെ നിൽക്കും. അപ്പം നമുക്ക് ബ്ലൗസിൻ്റെ വണ്ണം അടിച്ച് പോവേണ്ട ലൈൻ ഇവിടെ, കൈവണ്ണം അടിച്ച് നമുക്ക് ഇവിടം വരെ തയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൈ ഇതാ ഇങ്ങനെ അടിച്ച് കൊണ്ടുവരുമ്പം ബ്ലൗസിൻ്റെ വണ്ണം കറക്റ്റാവും. കൈവണ്ണം ഇത്രയും അധികം കിടക്കും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മൾ കൈ ചെറുതായി പോയാൽ എന്തൊക്കെ പ്രശ്നം വരും? ഇവിടെ വലിച്ച് തയ്ക്കുമ്പോൾ തന്നെ ഇവിടെ ചുളുക്ക് വരും. ഈ ചുളുക്ക് വരുന്നതിൻ്റെ പ്രത്യേകം വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് ചാനലിൽ. നമ്മുടെ ബ്ലൗസിൻ്റെ ആ മുൻവശം വലത്ത് കൈ ബ്ലൗസായിട്ട് ചേരുന്ന ആ ഭാഗത്ത് ഒത്തിരി ചുളുക്ക് ഇങ്ങനെ വരും. നിങ്ങൾ ഇനി ബ്ലൗസുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ പ്ലീറ്റ് വരും ഇതിൽ. അതെന്താണെന്ന് വെച്ചാൽ ഈ കൈ ഒത്തിരി പിടിച്ച് വലിക്കുമ്പം ഇത് അധികമല്ലേ, ഇത് അധികം ഉള്ളത് അങ്ങനെ ചുളുങ്ങി വരും. ബ്ലൗസ് ഇടുമ്പോഴാണത് കൂടുതലായിട്ട് അറിയുന്നത്. തയ്ക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ഇതുപോലെ ഇപ്പോൾ കാണിച്ചു തന്ന പോലെ വണ്ണം നമുക്ക് കറക്റ്റ് ചെയ്ത് അടിക്കാൻ പറ്റാതെ വരും. ഇനി നമുക്ക് ഒരുപാട് വലിയ സൈസിലുള്ളൊരു ബ്ലൗസിൻ്റെ സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തും ഇവിടെയും വണ്ണം കൂടും. അങ്ങനെ വണ്ണം ഒരുപാട് കൂടുന്ന ബ്ലൗസുകൾക്ക് നമ്മളിവിടെ ഈ ബ്ലൗസിന് 1 ഇഞ്ച് 1.25 പറഞ്ഞ അതേ സ്ഥലത്ത് 1.25 1.5 അങ്ങനെയാണ് ഇവിടെ എടുക്കേണ്ടത്. ചുരിദാറിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. പിന്നെ എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലൗസിനെക്കാളും ആം ഹോൾ കൂടുതലായിരിക്കും ചുരിദാറിന്. എത്ര ഷേപ്പ് ആണെന്ന് പറഞ്ഞാലും ബ്ലൗസിനെക്കാളും ഒരല്പം കൂടി ലൂസ് ചുരിദാറിന് കാണും. പൊതുവെ വണ്ണത്തിലായാലും ബ്ലൗസിനേക്കാളും ഒരല്പം കൂടി ലൂസ് കാണും. അതുപോലെ തന്നെ ആം ഹോളും ബ്ലൗസിനേക്കാളും കുറച്ച് വലുതായിരിക്കും. അപ്പോൾ ആ വെട്ടുന്ന സ്ലീവും കുറച്ച് വലുത് തന്നെ ആയിരിക്കും. ആ ചുരിദാറിന് ചേരുന്ന അതേ കൈ കട്ട് ചെയ്യണം. ബാക്കിയെല്ലാം സെയിം തന്നെ. പിന്നെ കൈ നീളം ഇങ്ങോട്ട് കൂടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മെലിഞ്ഞവർക്ക് ഈ ഒരു ഷേപ്പും കൂടി കൊടുക്കണം. ഇനി ഇത് കുഴിച്ച് വെട്ടുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ചിലപ്പോൾ വിത്ത് ബ്ലൗസിന് കൈ നമുക്ക് ഒന്നിച്ച് വെട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതിപ്പോൾ ഇത് കുഴിച്ച് വെട്ടിയതിന് ശേഷം പറയാം. ഇതിന് നന്നായിട്ട് വിടർത്തിയിട്ടതിന് ശേഷം മാത്രം കുഴിച്ച് വെട്ടാവൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ ബാക്ക് സൈഡിൽ വെച്ച് തയ്ക്കേണ്ട ഈ ഭാഗത്തും കൂടി നമ്മളെ വെട്ട് അറിയാതെ കൊണ്ടുപോകും. ഒത്തിരി പഫ് സ്ലീവ് പോലെ ഒത്തിരി ഇങ്ങനെ ഉയർന്ന് വന്നിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. ഇവിടെ ഒരുപാട് ഇങ്ങനെ പൊങ്ങി നിൽക്കരുത്. അപ്പോൾ നമുക്ക് കുഴിച്ച് വെട്ടുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് വിത്ത് ബ്ലൗസ് 2 കൈയും 2 വശത്തു നിന്ന് കട്ട് ചെയ്യുന്ന ചില സിറ്റുവേഷൻ വരും. ചിലപ്പോൾ നമുക്ക് ഒരു വശത്തു നിന്ന് തന്നെ കൈ 2ഉം കട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പം 2 വശത്ത് ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഒരു കൈയും ഒരു കൈ അപ്പുറത്തെ സൈഡിൽ നിന്ന് മാത്രമേ തികയൂ. അവരാണ് തുണി മുറിച്ച് കൊണ്ടുവരുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് തികയത്തില്ല. വളരെ അളവ് കുറവാണെങ്കിലും നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അങ്ങനെ തുണി കുറവാണെങ്കിൽ എങ്ങനെ ബ്ലൗസ് കട്ട് ചെയ്യണം, സ്ലീവ് കട്ട് ചെയ്യുന്നതെല്ലാം ചാനലുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 വശത്തു നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കുഴിച്ച് കട്ട് ചെയ്യരുത്. 2 സ്ലീവും കട്ട് ചെയ്ത് വച്ച് അതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വച്ചതിന് ശേഷം മാത്രം സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പം ഒരു വശത്ത് 2 കൈയും ഇടതുവശത്തത് അല്ലെങ്കിൽ 2 കൈയും വലതുവശത്തതായിപ്പോവും. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ബാക്കും ഫ്രണ്ടും സ്ലീവും എല്ലാ കണക്കുകളും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാത്ത രീതിയിൽ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ സ്ലോയിലുമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കണക്കുകളൊന്നും പിടി കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള വളരെ വിശദമായ ക്ലാസ് ആയിരുന്നു ഇത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.